അല്ലടി നേരക്ക് ഇരിക്കടി അവിടെ. അല്ല പരുണ്ടോ എനിക്ക്? അവളടി പരുവൊന്നല്ല. ഞാൻ നാളെ ഇഞ്ചക്ഷൻ എടുക്കാണ്ടേന് ആസ്പത്രിയിൽ പോയി. സൂചി അങ്ങോട്ട് കയറ്റിപ്പോ ഒന്ന് വളഞ്ഞുപോയി. അയ്യോ പാവ, എന്തോ ഒരു കഷ്ടായി പോയി. അല്ലടി ഈ തൊഴിലുറപ്പിന് പോയതിന്റെ ശേഷം ഞാൻ മര്യാദക്കൊന്നും ഇതുകൊണ്ട് കുത്തിരുന്നില്ല. അവിടെ തഴമ്പാന്നാ പറഞ്ഞത്. അയ്യോ ആനപ്പുറത്ത് കൂത്തിരിക്കുന്നോടൊക്കെ തായമ്പ് ഞാനിവിടെ കേട്ടിട്ടുണ്ട്. അയ്യോ തൊഴിലുറപ്പിന് വരുന്നോക്കൊക്കെ തായമ്പുണ്ട്. നിങ്ങളാരെങ്കിലും കേട്ടിക്കിനോ? ആക്കെ പോട്ടടി, എല്ലാരും തിന്നാൻ കൊണ്ടോന്നേ. ഞാനിന്നൊന്നും കൊണ്ടോന്നില്ലടി. ഇന്ന് എന്റെ കെട്ടിയോനാണ് അടുക്കളയെ കേറിയത്. മൂപ്പർക്കാണെങ്കിൽ ഈ ചോറുണ്ടല്ലോ അതിങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ടാലുണ്ടല്ലോ ദേ ചോലൂട്ട് അടിച്ചു നിക്കണ മതി. എന്താ നേരെ തിരിച്ചാ സേലൂട്ട് അടിക്കുന്നതാ? അല്ല, മൂപ്പർക്കൊന്ന് കൊഴഞ്ഞെടുക്കണം. അതിങ്ങോട്ട് പ്ലേറ്റിൽ വിളമ്പിയാല് ഒന്ന് കൊയച്ചൊന്ന് വടിച്ചെടുത്തിട്ട് വളരേറ അതവിടെ നിക്കും. അയ്യോ കെട്ടിയോന് തേപ്പാ പണിയല്ലേ? മനസ്സിലായില്ല. എല്ലാ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പുറമാതി കളിക്കാ. പ്രയർ ചെയ്താ ഞങ്ങള് രണ്ടാളും മാത്രല്ലേ ഉള്ളൂ. എന്തൊക്കെ പണി ഞങ്ങൾ എടുക്കണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ? പ്രാർത്ഥന ചൊല്ലോന്നാ ചോദിച്ചത്. ADS വാഴുന്ന മാഡമേ, ഞങ്ങളെ പണിയൊന്നും പോകാതെ നോക്കണേ. സമയത്ത് ചായയും നൽകണേ. ഞങ്ങളെ വഴക്കൊന്നും പറയാതെ നോക്കണേ. പാടത്തും പറമ്പിലും പോകണേ. നല്ല മണക്കുഴി കൊണ്ടുവാൻ നിൽക്കണേ. ഞങ്ങളെ മഴക്കുഴി വീഴാതെ കാക്കണേ. അല്ല ഇന്ന് ഒരു പണി എടുത്തില്ല. ഇവിടെ വന്ന് ഇരിക്കലാണോ പണി? ഒരേടിയസേ ഞങ്ങൾ ഒന്നിച്ചിരുന്നാട്ട് നിവർത്തിയതാണ്. ആ ആലേരിക്ക് അങ്ങോട്ട് പോയി അവിടെ നല്ലോ നിവർത്തി തരുന്നടു. ഏടിയസ ഈ കണ്ട പണിയൊക്കെ ഞങ്ങൾ എടുത്തില്ലേ. ആ തെങ്ങിന്റെ തോട്ടിലൊന്ന് ഞങ്ങളെ തണൽ തിരുന്നു പോയതാണ്. ആഹാ, മണ്ണല്ലാതെ തെങ്ങിന്റെ തോട്ടിലാണ് നിങ്ങൾക്ക് തണല്? അത് ഓരോന്നോണ പറഞ്ഞ് തെങ്ങ് മാറിപ്പോയതാ ഏടിയസേ. അത് ശരിട്ടോ. അല്ല നിങ്ങൾ കുഴിച്ച കുഴിയൊക്കെ എവിടെ? അങ്ങോട്ട് നോക്കി. ഇതിങ്ങനെയൊന്നല്ല, ഇത് ആഴവും വീതി നീളൊക്കെ ഷെയ്പ്പൊക്കെ വേണ്ടേ? അപ്പൊ ഏടിയസേ നിങ്ങളിലെന്താ അങ്ങനെ ഫാഷൻ ഷോ ഉണ്ടാവുക? ഉടായിപ്പൊക്കെ നിർത്തിയിട്ടേ പണിയെടുക്കാൻ നോക്കിട്ടാ. അല്ല നിങ്ങൾ രണ്ടാളൊന്നും കൂടി മാറി ഇവിടെ നിക്കി. പണി നിർത്താൻ പറഞ്ഞല്ല. ഒരു കാര്യം പറയാണ്ടേ, കലോത്സവം വരികയാണ് നിങ്ങൾക്കുള്ള. അപ്പൊ അതിലേക്ക് എന്തെല്ലാം പരിപാടികൾ നിങ്ങൾ അവതരിപ്പിക്കുക? ഏടിയസേ ഞാനൊരു പാട്ടിനും ഒരു ഡാൻസിനുണ്ട്. കട്ടുമ്പോ കുത്തുന്ന നിക്കറുണ്ട് അവളപ്പൊ ഡാൻസ് കളിക്കാൻ പോണത്. അല്ല ഞാനൊരു ലിസ്റ്റ് വായിക്കാം. ലളിത ഒരു ഗാനം. ലളിത ഗാനം പാടലല്ലേ? സരള എടയ്ക്ക. ആ ഇടയ്ക്ക് വരുന്ന സരളല്ലേ, എടക്ക കൊട്ടട്ടല്ലേ. പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് ചവിട്ടുനാടകാണ്. അതിൽ നിങ്ങളെ രണ്ടാളെ പേരില്ലല്ലോ. അപ്പൊ ഇമ്പളെ ചവിട്ടി പുറത്താക്കിയടിയോനി. എനിക്കൊരു വേറിട്ട ഡാൻസ് അറിയുന്നാല്. അതേത് വേറിട്ട ഡാൻസ്? അത് വെറൈറ്റി എന്നാണ് ഓൾ ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഡാൻസ് ഒന്ന് കളിക്ക്. ഓട്ടം തുള്ളലാണ്. എന്നാ രണ്ട് തുള്ളല് തുള്ളി. ഓട്ടം തുള്ളലിൽ പലതും പറയും. ഇത് കണ്ടാരും ഇത് കണ്ടാരും ഇത് കണ്ടാരും. ഇതില്ലേ ഇത്തിരി വടിയും വെച്ചിട്ട് ഇത്തിരി വടി വെച്ചിട്ട് ഇങ്ങനെ ആവൂലേ ഏഡിയസേ? അല്ല വെച്ച് കെട്ടില്ലാത്ത ഒരു ഡാൻസ് ഒരു 2 സ്റ്റെപ്പ് വെച്ചാട്ടെ. അത് പിന്നെ വെച്ച് കെട്ടില്ലാത്ത ഡാൻസ് വസോ നമ്മള് പണ്ട് സ്കൂളിൽ നിന്ന് കളിച്ചില്ലേനോ വസോ? അതേത് ഡാൻസ് ആടി? എടിയും മണിച്ചേട്ടന്റെ ഒരു പാട്ട് കളിച്ചില്ലേനോ? ആണക്ക് ഓർമ്മയില്ലേ? എന്നാ പിന്നെ തുടങ്ങിയാലോ? നിർത്തി 2 സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞു. പല്ലവി അനുപല്ലവിയും കൂടെ കളിച്ചു. ഓരോന്നും കൂടെ കളിച്ചില്ലല്ലോ. ആര്? ആ പല്ലവി അനുപല്ലവി ഒക്കെ തന്നെ. മതി ഡാൻസും കൂത്തൊക്കെ മതി. പണിയെടുക്കാൻ വാ. നിങ്ങൾ എന്നല്ലപ്പോ ഞങ്ങളെ കൊണ്ട് കളിയൊക്കെ കളിപ്പിച്ചത്. എന്നിട്ട് ഞങ്ങൾ ഇനി പണിയെടുക്കാൻ ഞങ്ങൾ പണിയെടുക്കൂല. അതെന്താ? അത് പിന്നെ ഏടിയസേ
ഞങ്ങളിനി കലോത്സവം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കും. അതുവരെ ഞങ്ങൾക്ക് റിഹേഴ്സൽ. അപ്പൊ ശമ്പളോ? അത് ADS തരൂ. ഞാനോ? അയ്യോ